ഈ തൊട്ടടുത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെയും, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെയും ഇന്ത്യ സഖ്യത്തിന് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട സ്ഥലമെന്ന് പറയുന്നത് മഹാരാഷ്ട്ര തന്നെയാണ് എന്നതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യമെന്ന് പറയുന്നത്. മഹാരാഷ്ട്രയിൽ MVA, ശരത് പവാർ, NCP, ഉദ്ധവ് താക്കറെ, ശിവസേന, കോൺഗ്രസ് സഖ്യം അവിടെ ഉണ്ടായ ആ ഒരു തോൽവി എന്ന് പറയുന്നത് അത്രത്തോളം വലുതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ആ തോൽവിക്ക് ശേഷം ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ തോൽവിയിൽ നിന്നും കരകയറാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്നാണ് മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്ന വാർത്തകൾ കാണുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് മഹാരാഷ്ട്രയിൽ ഇപ്പോഴും ഇരുട്ടിൽ തപ്പിക്കൊണ്ട് നടക്കുവാണ് ഇപ്പോഴും MVA സഖ്യം എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതിന് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് മഹാരാഷ്ട്രയിൽ ഈ പറയുന്ന തരത്തിൽ ഭരണകക്ഷിക്കെതിരെ പല തരത്തിലുമുള്ള ആയുധങ്ങൾ ഉണ്ടായിട്ട് പോലും, അതായത് ഭരണപക്ഷത്തെ എതിർക്കാനായിട്ട് അല്ലെങ്കിൽ ഭരണപക്ഷത്തിനെതിരെ ഉന്നയിക്കാനായിട്ട് പല തരത്തിലുമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും, അതും ഈ പറയുന്ന ബജറ്റ് സമ്മേളനത്തിൽ തന്നെ പല രീതിയിലുമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഭരണപക്ഷത്തിനെതിരെ ഒന്ന് വാ തുറക്കാൻ പോലും പറ്റാത്ത തരത്തിലോട്ട് MVA ആയിരിക്കുകയാണ്. അതായത് ബജറ്റ് സമ്മേളനത്തിൽ സർക്കാരിനെ നേരിടാനായിട്ട് മഹാരാഷ്ട്ര വികാസ് അഘാടി MVA സഖ്യകക്ഷികൾ വലിയ ആവേശം കാണിച്ചില്ല എന്നുള്ളതാണ് വാസ്തവമെന്ന് പറയുന്നത്. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ മൂന്ന് പാർട്ടികളും തമ്മിലുള്ള ഐക്യമില്ലായ്മയാണ് എന്നുള്ളത് വ്യക്തമാണ്. അതായത് വാസ്തവത്തിൽ പല അവസരങ്ങളിലും അവർ ഒരേ നിലപാടിലായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അതായത് BJP അല്ലെങ്കിൽ NDA സഖ്യത്തെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കുന്ന പല ഘട്ടത്തിലും ഇവരുടെ നിലപാടുകളെല്ലാം തന്നെ വ്യത്യസ്തമായിരുന്നു MVA സഖ്യത്തിലുള്ള. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇവർക്കിടയിൽ നിൽക്കുന്ന ആ ഒരു വിള്ളൽ എത്രത്തോളമാണ് എന്നത് തെളിയിക്കുന്ന തരത്തിലുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും MVAയിൽ വളരെ വലിയ തോതിലുള്ള ഒരു ഐക്യമില്ലായ്മ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. കാരണം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലാണ് അവർക്ക് അവിടെ ഒരു നേട്ടമുണ്ടാക്കാൻ സാധിച്ചത്. അതായത് 30ഓളം MPമാരാണ് അവരുടെ പക്ഷത്ത് ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള ഒരു വമ്പൻ തോൽവി നേരിട്ടതിന് ശേഷം എല്ലാം തകിടം മറിയുകയായിരുന്നു. അതായത് നിലവിൽ അവർക്ക് അവിടെ ഒരു തരത്തിലുമുള്ള സ്വാധീനമില്ല എന്ന് മാത്രമല്ല, വളരെ വലിയ തോതിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിലോട്ടാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. അതായത് ഈ 30 MPമാരിൽ പലരും BJP പാളയത്തിലേക്ക് കടക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ചാടാനായിട്ടുള്ള തരത്തിലോട്ട് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അത് ഈ പറയുന്ന തരത്തിൽ BJP അല്ലെങ്കിൽ NDA തന്നെ വളരെ വലിയ തോതിൽ വെല്ലുവിളിക്കുന്ന തരത്തിൽ അത് വ്യക്തമാക്കിയ കാര്യം തന്നെയാണ് ഈ പറയുന്ന MVA സഖ്യത്തിൽ നിന്നും പലരും തങ്ങളുടെ പാളയത്തിലേക്ക് എത്തുമെന്നുള്ളതും അല്ലെങ്കിൽ എത്തിക്കുമെന്നുള്ളതും. അതിൽ തീർച്ചയായിട്ടും ഏറെ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ടത് MPമാരുടെ കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഉദ്ധവ് താക്കറെ ശിവസേന പക്ഷം, അതുപോലെ തന്നെ NCP ശരത് പവാർ പക്ഷം, കോൺഗ്രസ്, ഈ മൂന്ന് പാർട്ടികളിൽ നിന്നും പല MPമാരും ഈ പറയുന്ന BJPയിലേക്കും അതുപോലെ തന്നെ ഷിൻഡെ വിഭാഗത്തിലേക്കും അജിത് പവാർ വിഭാഗത്തിലേക്കും പോകാനായിട്ടുള്ള ഏറ്റവും വലിയ ചാൻസ് നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് ഏത് നിമിഷവും സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മറിയാം. കാരണം ഇപ്പോഴേ ഇവർ തമ്മിൽ ഐക്യമില്ലായ്മ വളരെ രൂക്ഷമായി ബാധിച്ചിരിക്കുന്ന ഘട്ടത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും മുന്നോട്ട് പോകുമ്പോഴത്തേക്കും വളരെ വലിയ തോതിലുള്ള തിരിച്ചടികൾ MVA സഖ്യം നേരിടുമെന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ പല MPമാരും 30-ൽ പല MPമാരും തീർച്ചയായിട്ടും MVAക്കുള്ളിൽ നിന്നും മറുകണ്ഠം ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. കുറഞ്ഞത് 20 MPമാരെയെങ്കിലും ഈ പറയുന്ന ഭരണപക്ഷത്തിൽ എത്തിക്കാനായിട്ട് നിലവിലത്തെ അവിടുത്തെ സർക്കാർ NDA സർക്കാരിന് സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഉറപ്പിക്കാൻ പാകത്തിനുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ നീക്കങ്ങൾ എന്നുള്ളതും വ്യക്തമാണ്. തീർച്ചയായിട്ടും ഇത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അവിടെ ഈ പറയുന്ന ഉദ്ധവ് ശിവസേന പക്ഷമായാലും NCP ശരത് പവാർ പക്ഷമായാലും കോൺഗ്രസ് ആയാലും 3 തട്ടിലാണ് ഇപ്പോൾ. ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷം എന്തായാലും എങ്ങനെയും കോൺഗ്രസ് വിടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പാകത്തിനുള്ള രീതിയിലോട്ടാണ് കാര്യങ്ങൾ അവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. NCP ആയാലും വളരെ വലിയ തോതിലുള്ള ആവേശമൊന്നും തന്നെ ഇപ്പോഴില്ല. കോൺഗ്രസ് അവിടെ പെട്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതൊക്കെ തന്നെ മുതലാക്കാനായിട്ട് BJPക്ക് അല്ലെങ്കിൽ NDAക്ക് സാധിക്കുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. എന്തായാലും മഹാരാഷ്ട്രയിൽ
അധികം വൈകാതെ തന്നെ ഇനി വരും ദിനങ്ങളിൽ വളരെ വലിയ തോതിലുള്ള അപ്രതീക്ഷിത നീക്കങ്ങളും അട്ടിമറികളും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതൽ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ഈ ഐക്യമില്ലായ്മ ഏറ്റവും വലിയൊരു തിരിച്ചടിയായിട്ട് MVA സഖ്യത്തിന് മഹാരാഷ്ട്രയിൽ മാറുമെന്നുള്ളതും ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന ഒരു കാര്യമായി തന്നെ മാറിയിരിക്കുകയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ.